എനിക്ക് ഏറ്റവും ബഹുമാനവും ആദരവും നൽകുന്ന എൻ്റെ സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ വിശാലമായ മഹനീയമായ സ്വലാത്തിന്റെ മജ്ലിസിൽ ഒത്തൊരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ സുരലോക സ്വർഗത്തിലും ഒത്തൊരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ ഒട്ടനവധി സദസ്സിൽ പങ്കുകൊള്ളാൻ അതിനാഗ്രഹിക്കുന്നവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയുടെ ഖബറുകൾ അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഏതെല്ലാം ഗുരുതരമായ രോഗങ്ങളുണ്ടെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ വേഗത്തിൽ ശിഫാ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖമായി ഞാൻ ദുആ ചെയ്യുന്നതോടൊപ്പം ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അദൃശ്യനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു അതിഗഹനമായൊരു വിഷയമാണ്. കാരണം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദൃശ്യനാണെന്ന കാര്യത്തിൽ ഒരാൾക്കും തന്നെ തർക്കമുണ്ടാകില്ല. അഥവാ ആരെങ്കിലും തർക്കമുണ്ടെങ്കിൽ, അതായത് സംശയമുണ്ടെങ്കിൽ, അവൻ മുന്നിലുമല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കാരണം ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മനുഷ്യന്റെ മുമ്പിലോട്ട് കടന്നു വരുമ്പോൾ അത് ആദ്യമായിട്ട് സമ്മതം ചോദിച്ചിട്ടോ അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകിയിട്ടോ മുഖറബായ മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റോഡ് പിടിക്കാൻ വേണ്ടി വന്ന ചരിത്രമില്ല. ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ ചെല്ലിങ്ങളെ ആരെങ്കിലും എൻ്റെ പേര് കേട്ട് സ്വലാത്ത് ചെല്ലാൻ മറന്നുപോയാൽ അവൻ സുരലോക സ്വർഗത്തിലേക്കുള്ള വഴി മറന്നു എന്ന്. സ്വർഗമാണ്ടേ? നമുക്ക് സ്വർഗമാണ്ടേ? മാണ്ടേ? ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയുടെ ചാരത്തിരിക്കുമ്പോൾ ആ മദീന പള്ളിയുടെ ചാരത്തിലേക്ക് അതാ കടന്നു വരുന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. ആ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ ഉമർ തങ്ങളെ, ഇന്ന് നിന്റെ ഈ വരവുണ്ടല്ലോ, അത് വല്ലതും കിട്ടിയിട്ട് കൊണ്ടുള്ള വരവാണോ? അല്ലാഹുവിന് വല്ലതും കൊടുക്കാൻ, അല്ലെങ്കിൽ അല്ലാഹുവിന് വല്ലതും സമർപ്പിക്കാൻ, അല്ലെങ്കിൽ അല്ലാഹുവിന് വല്ലതും കൊടുത്തിട്ട് കൊണ്ടുള്ള വരവാണോ എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പൊട്ടിങ്ങട്ട് കരഞ്ഞു. ആരാ പൊട്ടിക്കരഞ്ഞതെന്ന് അറിയുമോ? റിപ്പബ്ലിക്കിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത രണ്ടാമത്തെ ഖലീഫ, ഇസ്രനെയും കൈസനൊക്കെ വിറപ്പിച്ച ഖലീഫ, അഥവാ പരിശുദ്ധ ഇസ്ലാമിന്റെ താളുകളിലേക്ക് കാലെടുത്ത് വെച്ച് വരുന്നതിന് മുമ്പ് ഒരു വാളെടുത്താല് ഒരുത്തിന്റെ തല കൊടിയാതെ ഉമർ ആ വാള് ഉറയിലേക്കിട്ട ചരിത്രം ഉമറിന്റെ ജീവിതത്തിലില്ല, ഉമറിന്റെ ചരിത്രത്തിലില്ല. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണ് കഴിയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, എന്തിനാണ് ഉമറേ നീ കഴിയുന്നത്? ആരാ നിന്നെ സങ്കടപ്പെടുത്തിയത്? ആരാ നിന്നെ പ്രയാസപ്പെടുത്തിയത്? ആരാ നിന്നെ നൊമ്പരപ്പെടുത്തിയത്? ആരാ നിന്നെ വിഷമിപ്പിച്ചത്? ആരാ നിന്നെ പ്രയാസപ്പെടുത്തിയത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ആരും സങ്കടപ്പെടുത്തിയിട്ടില്ല, എന്നെ ആരും പ്രയാസപ്പെടുത്തിയിട്ടുമില്ല, എന്നെ ആരും നമ്പര
നൊമ്പരപ്പെടുത്തിയിട്ടുമില്ല, എന്നെ ആരും വിഷമിപ്പിച്ചിട്ടുമില്ല. പിന്നെ എന്തിനാണ് ഉമറെ നീ കരയുന്നത്? പിന്നെ എന്തിനാണ് ഉമറെ നീ കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമറെ നീ കരയുന്നത് പിന്നെ എന്തിനാണ് ഉമറെ നീ കരയുന്നത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ കരയുന്നത് എന്തെന്നറിയുമോ? എപ്പോഴാണ് എന്നാണ് എന്റെ മുമ്പിലോട്ട് മുഖറബായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരും നബിയേ. ഉമറിന്റെ പേടിയാണ് മുഖറബായ മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എപ്പോൾ കടന്നു വരും? നമുക്കും അതിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ല. നമ്മൾക്ക് എല്ലാവർക്കും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉമറേ, അസ്റായീൽ വരുന്ന സമയങ്ങള്, അസ്റായീൽ വരുന്ന കൊല്ലങ്ങള്, അസ്റായീൽ വരുന്ന മാസങ്ങള്, അസ്റായീൽ വരുന്ന ആഴ്ചകള്, അസ്റായീൽ വരുന്ന ദിവസങ്ങള്, അസ്റായീൽ വരുന്ന മണിക്കൂറുകള്, അസ്റായീൽ വരുന്ന മിനിറ്റുകള്, അസ്റായീൽ വരുന്ന സെക്കൻഡുകള് ഒരാൾക്ക് തന്നെ പറയാൻ സാധ്യമല്ല ഉമറേ.